ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ചെറിയൊരു ചാറ്റൽ മഴയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് നേരെ മുറ്റത്ത് വന്ന് നോക്കുമ്പോണ്ട് മഴ ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ ഫുള്ള് മഴയാണല്ലോ. ഇപ്പം ആണെങ്കിൽ രാവിലെ എല്ലാ ദിവസവും മഴയാണ്. രാവിലെ എന്നല്ല, രാത്രിയാകുമ്പോൾ ഇടിവെട്ടും ആയിട്ടുള്ള മഴയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് എനിക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്കൊരു കോഴിമുട്ടയും കൂടെ. ഇത് ഡയറ്റാണോയെന്നൊന്നും ചോദിച്ചാൽ എത്ര നാൾ പോകുന്നൊന്നും അറിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കി. 2 ഡേറ്റ്സും 3 ബദാമും കുറച്ച് പം പംകിൻ സീഡും ഒരു എഗ്ഗും കുറച്ച് ചൂടുവെള്ളവും. ഇതാണ് ഇപ്പോൾ രാവിലെ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ മഴയൊക്കെ ആസ്വദിച്ച് ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അമ്മേ അമ്മേന്നൊരാൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കും ആരാ, അതാ നമ്മുടെ ദച്ച് ബേബി ഇപ്പോൾ ഉറക്കം എണീറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവർക്ക് 2 പേർക്കും ഞാൻ പാൽ കൊടുത്തു. അല്ലു അപ്പോഴത്തേക്ക് എണീറ്റുണ്ടായിരുന്നു. ദച്ചുവിന് പാൽ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അവൾക്കിത് അപ്പൂപ്പൻ പാൽ കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഒന്ന് ഇവിടെ ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ്. ഇതാർക്കും അങ്ങോട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അമ്മ ഉണ്ടാക്കിയതല്ലേ, ഞങ്ങൾ കഴിക്കും. ഇനി ഇതാ ഇവനെ കഴിപ്പിക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അവൾക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ കുറേയൊക്കെ അവൾ കഴിച്ചോളും. അല്ലൂനാണ് ഇപ്പോഴും നമ്മൾ വാരി കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അങ്കനാടിയിൽ പോകുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ അത് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണിതാ കൊലായിയുടെ അവസ്ഥ. ഇതുകൊണ്ടാണ് ഞാൻ ഡൈനിങ് ഹാളിലൊന്നും ഇരുന്നിട്ട് ഫുഡ് കൊടുക്കാത്തത്. അവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ കൊലായി പാത്രം അടിച്ച് തുടച്ചാൽ മതിയല്ലോ. അങ്ങനെ അതാ ഞാനിവിടെ അത് അടിച്ച് വാരി തുടയ്ക്കുമ്പോൾ അല്ല ഇവിടെ ഇരുന്ന് സൈക്കിളിൻ്റെ മേലെ നിന്ന് കളിക്കുന്നുണ്ട്. ദച്ചു ആണെങ്കിൽ ഈ ബെഞ്ചിൻ്റെ മേലെ ഇരുന്നിട്ട് കളിക്കുക കേട്ടോ. എന്നിട്ട് ഈ തുമ്പത്തേക്ക് വരുന്നതിനാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചു വിടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അല്ലു ജസ്റ്റ് എൻ്റെ കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് ആ വെള്ളത്തിൽ പോയി കളിക്കുന്നുണ്ട്. ഇവന് ഈ വെള്ളത്തിൽ കളിക്കും, എന്നിട്ട് രാത്രിയാകുമ്പോൾ ഇവന് കാലിൻ്റെ അടിയിൽ ചൊറിയുന്നതെന്നും പറഞ്ഞിട്ട് കരച്ചിലാണ്. അങ്ങനെ രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞാൽ അല്ലുവിന് ഞാൻ കുറച്ച് സമയം ഈ ആൽഫബറ്റ്സും കളേഴ്സും നമ്പേഴ്സും ഒക്കെ ഉള്ള ഈ ഒരു കാർട്ടൂണില്ലേ, ഇത് വെച്ച് കൊടുക്കും. ഇത് അവൻ ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ. ആൽഫബറ്റ്സൊക്കെ ഇപ്പോൾ കുറേയൊക്കെ പറയുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ദച്ചുമോളെ ഉറക്കി. പുറത്തേക്കാണെങ്കിൽ നോക്കുമ്പോൾ പെരും മഴ. ഇനി മഴയത്ത് എന്ത് ചെയ്യാനാലേ, പുതച്ചു മൂടി കിടന്നുറങ്ങുക. അങ്ങനെ കുറച്ച് സമയം ഞാൻ അവിടെ നിന്നിട്ട് നേരെ അടുക്കളയിലേക്ക് വന്ന്. അമ്മമ്മ അതാ ചിക്കൻ കറിക്കുള്ള ചിക്കനൊക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് സവാളയൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ കറണ്ടും പോയി. മഴ പെയ്താൽ അപ്പം ഇവിടെ കറണ്ട് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ലൈറ്റിങ്ങിൽ ചെറിയൊരു പ്രശ്നം. അങ്ങനെ അതാ ഞാൻ ഉള്ളിയൊക്കെ വാട്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അമ്മമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മ കുളിക്കാൻ എന്തിനോ പോയതായിരിക്കും. അപ്പോൾ ഞാൻ ഈ 2 മക്കളെ എൻ്റെ അനിയൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ ബാക്കിയുള്ള പണിയൊക്കെ നോക്കാൻ വന്നത്. അപ്പോൾ അവരെന്താക്കാന്ന് ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. റൂമിൽ എൻ്റെ പുതപ്പും വിരിയും എല്ലാം വാരി വലിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ദച്ചുമോളിയും കിട്ടി ഞാൻ ചിക്കൻ കറി നോക്കാൻ വന്നതാണേ. പിന്നെ അത് നല്ല അടിപൊളി മോരുകറിയും ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ട് അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടെങ്കിൽ 2 പേരും കഴിച്ചോളൂ. ദച്ചുവിന് ചോറ് വലിയ ഇഷ്ടമില്ലെങ്കിലും ആ ചിക്കൻ ഇങ്ങനെ കൊടുത്താൽ അവൾ നല്ലോണം കഴിക്കും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ പപ്പ വന്നപ്പോൾ പപ്പേൻ്റെ മുന്നിൽ നിന്ന് എന്തോ ഒരു സർക്കസും കാണിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ നോക്കുന്നത്, ഞങ്ങളുടെ ഗപ്പിക്കുട്ടികൾ ഇട്ട് വെച്ച ബക്കറ്റ് ഉണ്ടല്ലോ, അത് നിറഞ്ഞിട്ടുണ്ട്. അതിലത്തെ വെള്ളം മാറ്റണം. ഏട്ടൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ ഇടയിൽ താടി പഠിക്കാനൊക്കെ പറയുന്നുണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് സെറ്റായി സുന്ദരനായിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ മീൻകുട്ടികളെ ഒന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഇതാക്കട്ടെ. ഇല്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞൊഴുകിയിട്ട് ഇതിൻ്റെ അകത്തുള്ള മീൻകുട്ടികളൊക്കെ പുറത്ത് ചാടും. ആകെ ഇതിൽ കുറച്ചേ ഉള്ളൂ, ബാക്കി വേറൊരു അക്വേറിയത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ 2 പേരെയും പിടിച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരമാണ് ഞാൻ മേലെ ഒഴിക്കുന്നത്. മഴയല്ലേ, അതുകൊണ്ട് ഞാൻ തല കുളിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച്. അല്ലെങ്കിലും ഒരു ദിവസം ഇടവിട്ടിട്ടാണ് ഇവരെ തല കഴിക്കാറുള്ളത്, എല്ലാ ദിവസവും ഞാൻ കുളിപ്പിക്കില്ല. അങ്ങനെ വൈകുന്നേരം മേലൊക്കെ കഴുകി അതാ നല്ല സുന്ദരിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അല്ലു അവിടെ തലക്കണങ്ങനെ കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ കയറി, ജനലിൻ്റെ മേലെ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടാൻ നോക്കും. ഇതാണ് അവൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു കലാപരിപാടി. ഇങ്ങനത്തെ കുരുത്തം കെട്ട മക്കൾ നിങ്ങളെ വീട്ടിലുണ്ടാവും അല്ലേ? അധികം മക്കൾക്ക് ഈ ജനൽമ കയറുന്നത് ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ദച്ചുവിന് മുടി ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ തീരെ മുടി ചെയ്യുന്നത് ഇഷ്ടമല്ല. പണ്ട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്, എന്നാൽ ഇതിൻ്റെ മുന്നേയൊക്കെ മുടി ചെയ്യുമ്പോൾ അവളെനിക്ക് നല്ലോണം വെച്ച് തരുമായിരുന്നു. ഇപ്പോൾ ചീർപ്പം തലയിൽ തൊടാൻ അവൾ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ഇവരെ ഒക്കെ മാറ്റി ചന്ദനക്കുരയൊക്കെ തൊട്ട് കഴിഞ്ഞപ്പം ഇനി എനിക്ക് പോയി മേലൊക്കെ ഒന്ന് കഴുകണം.
ഞാനും ഇന്ന് തല കുളിക്കുന്നില്ല, മഴയൊക്കെ അല്ലേ. അങ്ങനെ നേരെ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് അവർ രണ്ടുപേരെയും പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാനും മേലൊക്കെ കഴുകി ഫ്രഷായി വന്ന്. ഇത് ചെറിയൊരു സ്കിൻ കെയർ ആട്ടോ, അതിന് മാത്രമൊന്നുമില്ല. വാസ്ലിൻ്റെ ഒരു ബോഡി ലോഷൻ ഉണ്ട്, ഞാനത് മുഖത്തും തേക്കും കയ്യിലും തേക്കും എല്ലാം തേക്കും. ഇത്രയൊക്കെ തന്നെയുള്ളൂ സ്കിൻ കെയർ. അപ്പോഴത്തേക്ക് അമ്മ വന്ന് അവർക്ക് വൈകുന്നേരം നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ രാത്രിയുള്ള പരിപാടിയാണിത്. ഇത് സീരിയൽ കാണുക. 7:30 ചെമ്പനീർ പൂവാണ് കാണുന്നത്. ഒരു ഏകദേശം ഒരു 6:30 ഞങ്ങൾ ടി വി തുറന്ന് വെക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ദച്ചു ഇത് അവിടെ പോയിട്ട് ചാരി ഇന്നിട്ട് തല മുട്ടിയിട്ട് തല ഒഴിഞ്ഞുകൊണ്ട് വരിക. കള്ളത്തി പെണ്ണാണ്. അപ്പോൾ അവർക്ക് നിശമ്മമ്മ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. ആ ബിരിയാണി തിന്നതിൻ്റെ സ്റ്റാമിനാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് സക്സസ്ഫുള്ളി ഞാൻ ഒരാളെ ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. അടുത്ത ആളെ അമ്മ അവിടെ ഇരുന്ന് ഉറക്കുന്നുണ്ട്. ഈ ഉറക്കം എപ്പോഴാണ് ഉറങ്ങാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്, ടാറ്റാ.